പ്രിയപ്പെട്ടവരെ, മാത്യുവച്ചൻ്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും മണ്ഡ്യ രൂപതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമാണെന്നാണ് നമ്മുടെ ക്ലരീഷ്യൻ സഭയുടെ പ്രൊവിൻഷ്യലായ CBHN ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ഈ സർജറി മുഴുവൻ ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഡോക്ടർമാർ പുറത്തേക്ക് ഇറങ്ങി വന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച ട്രീറ്റ്മെൻറ്റിൻ്റെ അത്ര അറ്റത്തേക്കൊന്നും പോകേണ്ടി വന്നില്ല, സ്റ്റെൻറ്റ് ഇടേണ്ടി വന്നില്ല, ബലൂൺ ട്രീറ്റ്മെൻറ്റ് അതിൽ വരെ എത്തിയപ്പോഴേക്കും കാര്യങ്ങളെല്ലാം ഓക്കെയായി. നമ്മൾ 2-3 മണിക്കൂർ എടുക്കുമെന്ന് വിചാരിച്ചിരുന്ന ശസ്ത്രക്രിയ ഒരു 1.5 മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. ബോഡി വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. BP എല്ലാം സ്റ്റേബിളാണ്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഡോക്ടേഴ്സുമായിട്ട് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അദ്ദേഹം കണ്ണ് തുറന്ന് ചുറ്റും നോക്കി. കാലുകളേക്കാൾ കൂടുതൽ കൈകൾക്കാണ് നല്ല ചലനമുണ്ട് എന്ന് പറയുന്നു. പെയിൻ കില്ലർ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തലച്ചോറിലുണ്ടായിരുന്ന ബ്ലഡൊക്കെ ഡ്രെയിൻ ഔട്ടായിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇനിയും ഒരു 3 ദിവസത്തേക്ക് കൂടി ഇപ്പോൾ നിലവിലുള്ള വെന്റിലേറ്റർ സംവിധാനം തുടരണം. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ വെന്റിലേറ്ററിൻ്റെ അതിൻ്റെ ശക്തിയൊക്കെ കുറച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ശക്തിയിൽ മാത്രമേ ഇപ്പോൾ വെന്റിലേറ്റർ പ്രവർത്തിപ്പിക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ അദ്ദേഹത്തിന് കൊടുത്തുവിടുന്ന സെഡേഷനും അത് വളരെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെയിനുള്ള പെയിനുള്ള മരുന്നുകളെല്ലാം നമ്മൾ കൊടുക്കണം. 6 ദിവസം കൂടി ഹൈലി ക്രിട്ടിക്കലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കാരണം സർജറി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പോസ്റ്റ് സർജറി ഡെവലപ്മെൻറ്റ്സിനുള്ള സാധ്യതകൾ. കാരണം ഇത് പ്രത്യേകമായിട്ട് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ റിസ്ക് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവാണ്. അദ്ദേഹം സാവധാനം പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും സെഡേഷനിലാണ്. അപ്പോൾ സെഡേഷൻ്റെയൊക്കെ കുറച്ചുകൊണ്ട് വരുന്നു. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം, ബ്രെയിൻ സെൽസ് അത് ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഡാമേജുകളൊക്കെ മാറി ശരിയായാൽ മാത്രമാണ് നമ്മുടെ ബോഡിയുടെ ബാക്കി ഭാഗങ്ങളുടെയൊക്കെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി അതിൻ്റെ അടുത്തുള്ള ബാക്കിയുള്ള ചികിത്സയിലായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. ഒരു 3 ദിവസം കൂടി ഇപ്പോൾ രീതിയിൽ തന്നെ തുടരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ത്രോട്ടിൽ ചെറിയൊരു ഹോളുണ്ടാക്കി അതിൻ്റെ അകത്തേക്കൂടെ ബാക്കി മരുന്നുകളൊക്കെ കൊടുക്കുന്ന രീതിയിൽ ഈ വെന്റിലേറ്റർ പതുക്കെ മാറ്റാൻ വേണ്ടി വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. പ്രാർത്ഥനയിൽ തുടരണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ഒത്തിരി പേര് വിവിധ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഒരു ദൈവത്തിൻ്റെ കരുണയുടെ സാക്ഷ്യമായിട്ട് അദ്ദേഹം കടന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തിക്കര ഇടവകങ്ങളുടെ സന്തോഷത്തിൽ മണ്ഡ്യ രൂപത പങ്കുചേരുന്നു. ക്ലരീഷ്യൻ സഭാംഗങ്ങളുടെ സന്തോഷത്തിൽ മണ്ഡ്യ രൂപത പങ്കുചേർന്നു. നമുക്ക് ഇനിയും മാത്യുവച്ചന് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദിയോടെ മണ്ഡ്യ രൂപതയ്ക്ക് വേണ്ടി ജോമോനച്ചൻ.